Hello everyone, welcome back to my channel Easy Deutsch Malayalam. Today we will learn basic German pronunciation for beginners. ഇവിടെ നെ നമ്മൾ ഔ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നെ ഔ. ഇപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ മൗസ്. നെ നമ്മൾ ഔ എന്ന് പറയും. സോ മൗസ്. ഓക്കെ, മൗസ്. നെക്സ്റ്റ് ഈസ് എ ബ്ലൗ. ബ്ലൗ മീൻസ് BL. നെ നമ്മൾ ഔ. സോ ബ്ലൗ മീൻസ് ബ്ലൂ. ഓക്കെ, അടുത്താണ് EI അല്ലെങ്കിൽ AI. EI അല്ലെങ്കിൽ AI നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഐ. സൗണ്ട്സ് ലൈക്ക് നമ്മൾ മൈ എന്നൊക്കെ പറഞ്ഞ കണക്ക് ഐ. എക്സാമ്പിൾ പറയാം. മൈൻ എന്ന് പറയുമ്പം EI നമ്മൾ ഐ, ദെൻ N. മൈൻ എന്ന് വെച്ചാൽ മൈ എന്നാണ് അർത്ഥം, എൻ്റെ. അടുത്ത EI നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഐ. ജർമ്മനിൽ ഐ എന്ന് പറഞ്ഞാൽ എഗ് എന്നാണ് അർത്ഥം, എഗ്. അടുത്തതാണ് IE നമ്മൾ പറയുന്നത് ലോങ് എന്നാണ്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് LIE ലീഡ് എന്ന് പറഞ്ഞാൽ സോങ്. അടുത്ത് വീഡർ വീഡർ എന്ന് പറഞ്ഞാൽ എഗ്. ഓക്കെ, അടുത്തതാണ് EU അല്ലെങ്കിൽ AU ഓംലൗട്ട്. EU അല്ലെങ്കിൽ AU ഓംലൗട്ട് നമ്മൾ ഒയ് എന്നാണ് പറയുന്നത്. എന്താണ് ഒയ്? സോ എക്സാമ്പിൾ പറയാം. ഫ്രോയിൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. FREU നമ്മൾ ഒയ് എന്ന് പറയും, ഫ്രോയിൻഡ്. അടുത്തതാണ് ലോയ്റ്റെ. LEU ലോയ്റ്റെ. ഒയ് വന്നുണ്ടോ? ലോയ്റ്റെ എന്ന് പറഞ്ഞാൽ പീപ്പിൾ. അടുത്തതാണ് ബവൽസ്. നമുക്ക് ഇംഗ്ലീഷിൽ 5 ബവൽസ് ഉണ്ട് അല്ലേ? സെയിം അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിലും 5 ബവൽസ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ 3 ബവൽസ് കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. 5 ബവൽസ് എന്ന് പറയുന്നത് A, E, O, U. ഇതാണ് ഇംഗ്ലീഷിൽ സെയിം പോലെ നമുക്ക് ജർമ്മനിലുള്ള 5 ബവൽസ്. എക്സ്ട്രാ 3 ബവൽസ് ആണ് A ഓംലൗട്ട്, O ഓംലൗട്ട്, U ഓംലൗട്ട്. ഓക്കെ, ടോട്ടൽ നമുക്ക് 8 ബവൽസ്. A, E, O, U, A ഓംലൗട്ട്, O ഓംലൗട്ട്, U ഓംലൗട്ട്. സോ ബാലൻസ് വരുന്ന 22 ലെറ്റേഴ്സ് നമ്മൾ കോൺസോണാൻ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ കൺസോണൻസ് എന്ന് പറയും. CONSONANTS. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ കൺസോണൻസ് എന്ന് പറയും, ജർമ്മനിൽ നമ്മൾ കോൺസോണാൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അടുത്ത് നമുക്ക് ഗ്രീറ്റിങ്സ് നോക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ തന്നെ ജർമ്മനിൽ ഒരു 5 ഗ്രീറ്റിങ്സ് ഞാൻ പറയാം. ബാക്കി 5 നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം നമ്മൾ ഹലോയ്ക്ക് നമ്മൾ ഹലോ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഗുഡ് ഡേക്ക് ഗുട്ടൻ ടാഗ്. ഓക്കെ, അടുത്ത ഗുഡ് മോർണിംഗ് ഗുട്ടൻ മോർഗൻ. ഗുഡ് ഈവനിങ് ആണെങ്കിൽ ഗുട്ടൻ ആബൻഡ്. ഇത് 4 നമ്മളൊരാളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണ്, നമ്മളൊരാളെ മീറ്റ് ചെയ്യുന്ന സമയത്താണ് ഹലോ, ഗുട്ടൻ ടാഗ്, ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ ആബൻഡ്. മോർണിംഗിലാണ് മീറ്റ് ചെയ്യുന്നെങ്കിൽ ഗുട്ടൻ മോർഗൻ, ഈവനിങ്ങിലാണെങ്കിൽ ഗുട്ടൻ ആബൻഡ്. നെക്സ്റ്റ് ഈസ് ഗുഡ് നൈറ്റ് നമ്മൾ ഗുട്ടൻ നാക്റ്റ് എന്നാണ് പറയുന്നത്. ഗുട്ടൻ നാക്റ്റ് മനസ്സിലായത്? നമ്മൾ ബിഫോർ സ്ലീപ്പിന് മുന്നെയാണ് നമ്മൾ പറയുന്നത് ഗുഡ് നൈറ്റ്, ഗുട്ടൻ നാക്റ്റ്. ഒന്നുകൂടി പറയാം. ഹലോ, ഗുഡ് ഡേ, ഗുട്ടൻ ടാഗ്, ഗുഡ് മോർണിംഗ്, ഗുട്ടൻ മോർഗൻ, ഗുഡ് ഈവനിങ്, ഗുട്ടൻ ആബൻഡ്, ഗുഡ് നൈറ്റ്, ഗുട്ടൻ നാക്റ്റ്. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാനത് മാക്സിമം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. Okay, thank you for watching my video. See you later.